ഹായ് ഫ്രണ്ട്സ്, ഇന്ന് അജിതയുടെ കഥയിലേക്ക് കിടക്കാം. മാഡം, എൻ്റെ പേര് അജിത. സാങ്കല്പികമായൊരു പേരാണ്. എനിക്ക് 26 വയസ്സുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷമായി. എൻ്റേത് പ്രേമവിവാഹമായിരുന്നു. ഞാൻ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അവിടെ ജോലി ചെയ്തിരുന്ന ആളാണ് എൻ്റെ ഭർത്താവ്. അങ്ങനെ കണ്ട് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാണ്. പിന്നീട് എന്നെ ജോലിക്ക് വിട്ടിട്ടില്ല. ഭർത്താവിനിപ്പോൾ പ്രൊമോഷൻ കിട്ടി, വേറെ ജില്ലയിലാണ്. ആഴ്ചയിൽ 2 ദിവസം ഇവിടെ വന്ന് നിൽക്കും. ഭർത്താവിൻ്റെ വീട്ടിൽ ഭർത്താവിൻ്റെ അച്ഛൻ, അമ്മ, പിന്നെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയുമുണ്ട്. ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ ഗൾഫിലാണ്. പുള്ളിക്കാരി എൻ്റെ സെയിം പ്രായമുള്ള ഒരു സ്ത്രീയാണ്. പിന്നെ അതുമാത്രമല്ല, അവന് പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. അതുകൊണ്ട് ചേച്ചിക്ക് എന്നോട് ഭയങ്കര ഇഷ്ടമാണ്. മോളെ, നമ്മൾ രണ്ടുപേരും ഒരേ തൂവൽ പക്ഷികളാണെന്ന് പറയും. ചേച്ചിക്ക് ജോലിയുണ്ട്. ചേച്ചി ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ നേഴ്സാണ്. രാവിലെ 8 തൊട്ട് വൈകുന്നേരം 8 വരെ പ്രവർത്തിക്കുന്ന ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കാണത്. വലിയൊരു ഹോസ്പിറ്റലിൻ്റെ സബ് ക്ലിനിക്കാണത്. ചേച്ചി അവിടെ വർഷങ്ങളായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചാണ് ചേട്ടൻ കണ്ട് ഇഷ്ടപ്പെട്ടതും. ചേച്ചി അതീവ സുന്ദരിയാണ്. എന്നേക്കാൾ ഒരു 10 ദിവസത്തിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ പുള്ളിയുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ. എങ്കിലും ഞാൻ ചേച്ചി എന്നങ്ങ് വിളിക്കും. ശരിക്കും ചേട്ടത്തിയമ്മയല്ലേ? പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, എടി അങ്ങനെയൊന്നും വേണ്ട, എന്നെ പേര് വിളിച്ചാൽ മതിയെന്ന്. ഞാൻ പറഞ്ഞത് പറ്റില്ല, ചേട്ടൻ്റെ ഭാര്യ ഏട്ടത്തിയമ്മ, അങ്ങനെയാണ് ചേച്ചിനെ വിളിക്കാൻ തുടങ്ങിയത്. പക്ഷേ അതിൻ്റെ ബഹുമാനമൊന്നും ഞങ്ങൾ തമ്മിലില്ല. കാര്യം ചേച്ചിയാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് പല കാര്യങ്ങളും പറയും. എടി, ഇന്നൊരു പെണ്ണ് വന്നിരുന്നു കേട്ടോ, എവിടേക്കോ പോയി, അവൾ വയറ് നിറച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഒരു ചെക്കനും കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ വല്ലതും നടക്കുമോ എന്നറിയാൻ വേണ്ടി വന്നതാണ്, ഒഴിവാക്കണം. അയ്യോ, ആ പെണ്ണിനെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ഞെട്ടിപ്പോവും. 18 വയസ്സായതേ ഉള്ളൂ. പിന്നെ ഡോക്ടർ പറഞ്ഞ് സമാധാനിപ്പിച്ച് വലിയ ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യില്ലല്ലോ എന്ന് പറയും. പിന്നെ ചിലപ്പോഴൊക്കെ ഡോക്ടർമാരും ചില സ്റ്റാഫുകളും തമ്മിൽ ഉള്ള ബന്ധത്തെ പറ്റിയിട്ടൊക്കെ ചേച്ചി പറയും. സുന്ദരന്മാരായുള്ള പ്രായം കുറഞ്ഞ ഡോക്ടർമാരും മറ്റ് സ്റ്റാഫുകളും വരണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുമ്പോൾ ഞാൻ പറയും, ചേച്ചി, അപ്പോൾ വരുന്നവർക്കും ചെറുപ്പക്കാരികളായ സുന്ദരികളായ ലേഡി സ്റ്റാഫുകൾ വേണമെന്ന് ആഗ്രഹം കാണില്ലേ? അപ്പോൾ ചേച്ചി പറയും, ഉണ്ട്, ഞങ്ങളുടെ ക്ലിനിക്കിൽ എല്ലാം സുന്ദരിമാർ തന്നെയാണ്. എന്താടി, എൻ്റെ സൗന്ദര്യം പോരുന്നുണ്ടോ? അവിടെ കൊണ്ടുവന്ന് ലോകസുന്ദരിയെ നിർത്തണോ എന്ന് ചോദിക്കും. ഞാൻ പറയും, വേണ്ട ചേച്ചി, ചേച്ചി നിന്നാൽ മതി, ക്ലിനിക്കിൽ ആൾ കൂടുമെന്ന്. അപ്പോൾ ചേച്ചി പറയും, നീ എന്നെ കളയാക്കാൻ വേണ്ടി പറഞ്ഞതെന്ന് എനിക്കറിയാം. എന്തായാലും നിന്നെ കാണുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ എന്നെ കാണാൻ വരുമെന്ന്. അപ്പോൾ ഞാൻ പറയും, ശരിയായിരിക്കും, കാണാൻ വരാൻ മാത്രമുണ്ടല്ലോ ചേച്ചി, മുന്നും പിന്നും എന്ന് പറയും. അപ്പോൾ ചേച്ചിയോട് ദേഷ്യപ്പെടും, എടി, വന്നപ്പോൾ തൊട്ട് നീ എന്നെ കളയിക്കണം, ഓവറാണോടി? ആണുങ്ങൾ കണ്ടാൽ ഇഷ്ടപ്പെടില്ലേ? നിൻ്റെ ചേട്ടനില്ലേ എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേ അങ്ങ് വീണു. എൻ്റെ പുറകെ എത്ര നാൾ നടന്നറിയാമോ? അതുപോലെ ഒത്തിരി ചെക്കന്മാരെൻ്റെ പുറകെ നടന്നിട്ടുണ്ട്. പിന്നെ ഡോക്ടർമാരൊക്കെ വരുമ്പോൾ പറയും, സിസ്റ്ററാണ് സുന്ദരിയെന്ന്. എന്നിട്ട് ഡോക്ടർമാരെ ആരും ചേച്ചി കല്യാണം കഴിച്ചില്ലേ എന്ന് പറയുമ്പോൾ ചേച്ചി പറയും, ഓ, അതൊന്നും ശാശ്വതമല്ല, അവരുടെ നോട്ടം വേറെന്തിലോ ആണെന്ന്. അപ്പം ചേച്ചിക്ക് മനസ്സിലായല്ലോ നോട്ടം എന്തിലാണെന്നും. നോക്കാൻ മാത്രം ഉണ്ടായത് കൊണ്ടാണ് അവർ നോക്കിയതും. എടി പറയടി, കൂടുതലാണോ? ഞാൻ പറഞ്ഞു, കൂടുതലൊന്നുമല്ല, പക്ഷേ പാകത്തിനുണ്ട്, എനിക്കത്രയില്ല. അതുകൊണ്ട് ചിലപ്പോൾ ചേച്ചി സുന്ദരിയാണെന്ന് പറഞ്ഞാലും ഇല്ലെങ്കിലും കാര്യങ്ങളൊക്കെ മുറ പോലെ നടക്കും എന്ന് വെച്ചാൽ ആണുങ്ങൾ കൊതിയോട് വരുമെന്നും. ഒന്ന് പോടി. ആഹാ, ഞാൻ പറഞ്ഞപ്പോൾ അത് കുറ്റം. ചേച്ചി പറഞ്ഞു, നാട്ടിലുള്ള ആണുങ്ങളല്ല ചേച്ചി കാണാൻ വേണ്ടി ക്ലിനിക്ക് വരികയാണെന്നും. അങ്ങനെയല്ല ഞാൻ പറയുന്നത്. എന്നാലും ആണുങ്ങളും റിപ്പീറ്റായിട്ട് വന്നിട്ട് സംസാരിക്കാറുണ്ട്. എന്നിട്ട് ചേച്ചി ചേട്ടൻ്റെ കയ്യിൽ മാത്രമാണല്ലോ വീണ് പോയത്, വേറെ ആരും വന്നില്ലേ? വേറെ ഒത്തിരി പേര് വന്നു. എങ്കിലും ചേട്ടനാണ് എന്നോട് നല്ല രീതിയിൽ പെരുമാറിയത്. പുറകെ നടന്ന് പ്രേമമാണ്, കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞത്. മറ്റുള്ളവർക്ക് മറ്റു ലക്ഷ്യങ്ങളായിരുന്നു. അങ്ങനെയുള്ളവരെ കല്യാണം കഴിച്ചിട്ട് എന്താ കാര്യം? എനിക്കൊരു കുടുംബിനിയായിട്ട് കഴിയാനാണ് താല്പര്യം. ഒന്നാമത് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ആളുകളെ പറ്റി നാട്ടുകാർ കുറ്റം പറയും. എന്ത് ചെയ്യാനാണ് ചേച്ചി? യഥാർത്ഥത്തിൽ അവിടെ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? അപ്പോൾ ചേച്ചി ദേഷ്യപ്പെടും, എടി, നിൻ്റെ ഓഫീസിൽ നീ ജോലി ചെയ്തപ്പോൾ അനിയൻ വന്ന് നിന്നെ കണ്ടു, കല്യാണം കഴിച്ചു. ചിലപ്പോൾ കല്യാണം കഴിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഊട്ടിയിലോ കൊടൈക്കനാലിലൊന്നും കറങ്ങാൻ പോകില്ലേ? അതുപോലെയുള്ള ഹോസ്പിറ്റലും ഇഷ്ടമുള്ളവർ തമ്മിൽ ചിലപ്പോൾ പലതും അവിടെ പറഞ്ഞെന്ന് വരും, അല്ലെങ്കിൽ പ്രവർത്തിച്ചെന്ന് വരും. അതിനിപ്പോൾ മാനം മര്യാദയായി ജോലി ചെയ്യുന്ന ആൾക്കാർ എന്ത് ചെയ്യാനാണ്? എവിടെ പോയാലും ആളുകൾ ഏത് പ്രൊഫഷനാണെങ്കിലും നടത്തേണ്ടത് നടത്തും. അത്രയേ ഉള്ളൂ ഇവിടെയും എന്ന് ചേച്ചി പറഞ്ഞു.
ഞാൻ പറഞ്ഞു ഓക്കെ, പക്ഷെ ചേച്ചി ഇപ്പോൾ പറഞ്ഞല്ലോ സുന്ദരന്മാരായ ഡോക്ടർ വരണമെന്നാണ് ചേച്ചി പ്രാർത്ഥിക്കുന്നതെന്ന്. അതിനർത്ഥം എന്താ? അത് പിന്നെ നല്ല ആൾക്കാരാണെങ്കിൽ കണ്ടോണ്ടിരിക്കാൻ ഒരു രസമില്ലേ? നീ അതിനെ എഴുതാപ്പുറം വായിക്കേണ്ട കാര്യമില്ല. ചേച്ചി അത്ര ശീലാവധിയൊന്നുമല്ലെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെന്താടി നീ എങ്ങനെ പറഞ്ഞത്? അല്ല, സജിൻ എന്ന് പറഞ്ഞ ഡോക്ടർ വിളിക്കില്ലേ, ആ സമയത്ത് ചേച്ചി കൊഞ്ചിക്കൊഞ്ഞ് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. എന്താടി കൊഞ്ചിക്കൊഞ്ഞത്? അല്ല ഡോക്ടറെ, ഞാൻ നാളെ ലീവാകട്ടോ, അതുകൊണ്ട് എല്ലാം ഒന്ന് ശ്രദ്ധിച്ചോണേ എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. അതിനെന്താടി കുഴപ്പം? ഞാൻ നോർമലായിട്ടല്ലേ പറഞ്ഞത്? അല്ലല്ലല്ല, കൊഞ്ചിയാ പറഞ്ഞത്. എടി, നിനക്ക് സജിൻ ഡോക്ടറെ അറിയില്ല. പുള്ളിയാണെങ്കിൽ പാവമാ, പുള്ളി പെണ്ണുങ്ങളെയൊന്നും നോക്കാറില്ല. പക്ഷെ ചേച്ചി എന്തിനാണ് നോക്കി ഇങ്ങനെ കൊഞ്ചിക്കൊഴയുന്നത്? നിനക്കറിയാമോ, നീ എൻ്റെ കൂടെ ക്ലിനിക്ക് വന്നിട്ടുണ്ടോ എന്ന് പറഞ്ഞ് ചേച്ചി ചാടിത്തുള്ളി. ഇതാണ് പുള്ളിക്കാരുടെ സ്വഭാവം. അതായത് ഓരോന്നോരോന്ന് ഇങ്ങനെ ഇട്ട് തരും. അവസാനം നമ്മൾ ചേച്ചിയെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാലേ ഉടനെ തന്നെ നമ്മളെ കുറ്റം പറയും. ഒരു ദിവസം ചേച്ചി ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു 3 മണിയായപ്പോൾ വന്നു. എന്ത് പറ്റി ചേച്ചി എന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, മോളെ ഈ മാസം അങ്ങ് ഹെവിയായിട്ട് വന്നടി എന്ന് പറഞ്ഞ് ഓടി വീടിനകത്തേക്ക് പോയി. ബാത്റൂമിലൊക്കെ കഴിഞ്ഞിട്ട് കുറേ നേരം കഴിഞ്ഞാണ് വന്നത്. എന്നിട്ട് പോയി കിടക്കുകയും ചെയ്തു. ഞാൻ പോയി ചായ വേണമെന്ന് ചോദിച്ചു. മോളെ ഉണ്ടെങ്കിൽ കൊണ്ടെത്താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചായ കൊണ്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി പറഞ്ഞു, അറിയില്ലടി, ഹെവിയായിട്ടുള്ള സംഗതികളാണ്, എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. പക്ഷേ മാഡം, ഞാൻ ചായ കുടിച്ചിട്ട് ഗ്ലാസ് ഇവിടെ തിരിച്ചു പോകുമ്പോൾ ഇങ്ങനൊരു കാര്യം ആലോചിച്ചു. ദൈവമേ, കഴിഞ്ഞ 2 മാസമായിട്ട് ചേച്ചി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടേ ഇല്ല. സാധാരണ പറയുന്നതാണ് മോളെ വയ്യ എന്നൊക്കെ. ഇനിയിപ്പം അവരുടെ ഡേറ്റ് ഒന്നും തിരക്ക് നടക്കാൻ എനിക്ക് പറ്റില്ല. എന്നാലും 2 മാസമായിട്ട് ഇങ്ങനൊരു കാര്യമില്ല. 2 മാസമൊക്കെ വൈകുമോ? ചേച്ചിക്ക് എന്തിന് പ്രശ്നമുണ്ടോ? അതുകൊണ്ടാണോ കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്നത് എന്നൊക്കെ ഞാനിങ്ങനെ ഓർത്തു. പക്ഷേ ഇത്തിലൂടെ കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, എനിക്കൊട്ടും വയ്യ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയി. അവരുടെ ക്ലിനിക്കിൽ തന്നെയാണ് ചെന്നത്. അവിടെ ചെന്നപ്പോഴേക്കും അത് അടയ്ക്കാറായിരുന്നു. പിന്നെ ഒരു ഡോക്ടർ വന്നു, സുന്ദരനായ ഒരു ഡോക്ടർ. അപ്പോൾ ചേച്ചിയാണെങ്കിൽ അയാളോട് പറഞ്ഞു, ഡോക്ടറെ, കാര്യങ്ങൾ ഇത്തിരി കുഴപ്പത്തിലാണ് എന്ന് പറഞ്ഞിട്ട് കൈകൊണ്ട് എന്തോ ഒരാംഗ്യം കാണിച്ചു. എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ചേച്ചിയും ആ ഡോക്ടറും കൂടെ അകത്ത് പോയി. അത് കഴിഞ്ഞ ശേഷം കുറേ നേരം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. അന്ന് ഡോക്ടർ പോയി ട്രിപ്പൊക്കെ ഇട്ട് അവിടെ ഒരു സ്റ്റാഫിനെ കൂടി ഇരുത്തി. 10 മണിയായപ്പോഴാണ് ഞങ്ങൾ തിരിച്ചു പോന്നത്. തിരിച്ചു പോരാൻ നേരത്ത് ഞങ്ങളൊരു ടാക്സി വിളിച്ചു. അപ്പോൾ ഞാൻ ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്തായത്? ചേച്ചിക്ക് എന്തെങ്കിലും ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടോ? എനിക്ക് തോന്നിയത് കഴിഞ്ഞ 2 മാസമായിട്ട് ചേച്ചിക്ക് ഡേറ്റ് ഒന്നും ആയിട്ടില്ലെന്നാണ്. എനിക്കെന്തോ ദുരൂഹം തോന്നുന്നു പറഞ്ഞു. ചേച്ചി അത് കേട്ട് ഞെട്ടി എൻ്റെ മുഖത്ത് നോക്കി. നീ എന്താ അങ്ങനെ പറഞ്ഞെന്ന്? ഞാൻ പറഞ്ഞു, എന്തോ പ്രശ്നമുണ്ട്. ചേച്ചി ഡോക്ടറോട് കണ്ണും കാലും കൈയൊക്കെ കാണിക്കുന്ന കണ്ടു. ഇവിടെന്തോ രഹസ്യം നടന്നിട്ടുണ്ട്. ഞാൻ ഒരു പെണ്ണാണ്, എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ ചേച്ചിയോട് ചോദിക്കുകയാണ്, ചേച്ചിക്ക് എന്തോ അബദ്ധം പറ്റിയിട്ടില്ലേ? സത്യം പറ എന്ന് പറഞ്ഞു. ആദ്യമൊന്നും ചേച്ചി സമ്മതിച്ചില്ല. പക്ഷെ ഞാൻ കുറച്ചു നേരത്തേക്ക് ഒന്നും മിണ്ടിയില്ല. അങ്ങനെ കഴിഞ്ഞപ്പോഴേക്കും വീട്ടിൽ ചെന്ന് കയറി കഴിഞ്ഞ് ചേച്ചി എൻ്റെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് കഥകളെല്ലാം അടച്ചിട്ട് പറഞ്ഞു, മോളെ, നീ ആരോടും പറയരുത്. എനിക്ക് അബദ്ധം സംഭവിച്ചതാണ്. പക്ഷേ ഡേറ്റൊക്കെ നോക്കി തന്നെയായിരുന്നടി. എനിക്ക് ഈ സുരക്ഷാ കാര്യങ്ങളൊന്നും ഒട്ടും ഇഷ്ടമല്ല. അത് സജിൻ ഡോക്ടറായിരുന്നു. പുള്ളിക്കാരൻ്റെ ഫേവററ്റ് ആണെന്ന് എനിക്കറിയാമല്ലോ. എനിക്കങ്ങ് പറ്റിപ്പോയതാണ്. നിന്നോട് എനിക്ക് പറയാൻ പറ്റില്ല. നീ എൻ്റെ അനിയത്തിയല്ലേ? അപ്പോൾ പുള്ളി പറഞ്ഞതാണ്. ഡേറ്റൊക്കെ ഓക്കെ ആണോ, കുഴപ്പമില്ലേ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. കറക്റ്റായിരുന്നു മോളെ. പക്ഷേ എന്താണെന്ന് അറിയില്ല ഇങ്ങനെ സംഭവിച്ചത്. ഇങ്ങനെയാകുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചതല്ല. 2 മാസമൊന്നും ആയില്ലടി, ഡേറ്റ് തെറ്റി. ഇപ്പം ഒരാഴ്ച കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോഴാണ് എനിക്ക് സംശയമായത് എന്ന് ചേച്ചി എന്നോട് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചപ്പോഴേക്കും ചേച്ചി പറഞ്ഞു, ഡോക്ടർ എനിക്ക് ഒരു ടാബ്ലറ്റ് എഴുതി തന്നു. അത് 2 എണ്ണം കഴിക്കണമായിരുന്നു. 2 എണ്ണം ഞാൻ ഒന്നിച്ച് കഴിച്ചടി. അത് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ തുടങ്ങി. 1-2 ദിവസം ഇത് നീണ്ടു നിൽക്കും. ആരും അറിയാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാനാണ് വിചാരിച്ചത്. പക്ഷേ ഇത്രയും വേഴ്സ്റ്റ് ആകുമെന്ന് എനിക്കറിയില്ലായിരുന്നു മോളെ. എടി, നീ ആരോടും പറയരുത്. ഞാൻ തെറ്റുകാരിയാണ്. എൻ്റെ ഭർത്താവ് ഇതെങ്ങാനും അറിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഇത്രയും ഭർത്താവിനോട് സ്നേഹമുള്ള സ്ത്രീയാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെ കൈവിട്ട കളിക്ക് പോയതെന്ന്. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടി, അറിയാതെ സംഭവിച്ചു പോയതാണ്. കാര്യം എനിക്കിതുവരെയും ഇങ്ങനെയുള്ള ഒരബദ്ധവും പറ്റിയിട്ടില്ല. ഇതിപ്പോൾ നേഴ്സാണ്, എനിക്കെല്ലാം അറിയാം എന്നുള്ള ഓവർ കോൺഫിഡൻസിൽ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞു. ചേച്ചി അതൊക്കെ ഓക്കെ, പക്ഷെ ചേച്ചി ഈ ബന്ധത്തിൽ എങ്ങനെ ചാടി എന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പറഞ്ഞു, എടി മോളെ, ഞാൻ സത്യം പറയാം, പ്രേമിച്ച് കല്യാണം കഴിച്ചു. അതിനു മുമ്പേ നിൻ്റെ ചേട്ടനില്ലേ എന്നെ ഒന്ന് ചേർത്തിരുത്തുകയല്ലാതെ വേറെ ഒരു കാര്യത്തിലേക്കും ഒരു വഴിയും തെളിച്ചില്ല.
ഞാൻ വിചാരിച്ചത് ഞാൻ കെട്ടാൻ പോകുന്ന പുരുഷൻ എൻ്റെ സ്വപ്നത്തിലുള്ള പുരുഷനായിരിക്കുന്നതാണ്. പക്ഷേ അങ്ങയുടെ മുഖവും ഞാൻ കണ്ട കൈയും കാലുകളും ഒക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ സ്വപ്നലോകത്തെ പുരുഷനുമായി സാമ്യമുള്ളത്. കല്യാണത്തിന് മുമ്പ് ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് പുള്ളി എന്നെ ഒഴിവാക്കി. പക്ഷെ കല്യാണം കഴിഞ്ഞ് കനപ്പെട്ടതെന്തോ കാത്തിരിക്കുന്നു എന്നുള്ള വിചാരം എനിക്കയാൾ ഉണ്ടാക്കി തന്നു. പക്ഷേ കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഞാൻ അത് തിരിച്ചറിഞ്ഞു മോളെ. വെള്ളരിക്കാത്തോട്ടത്തിൽ ഞാൻ ഇറങ്ങി. വെള്ളരിക്ക കിട്ടിയില്ല. കുമ്പളങ്ങാത്തോട്ടമായിരിക്കുന്നു വിചാരിച്ചു. കുമ്പളങ്ങ എനിക്ക് കിട്ടിയില്ല. ഇനിയിപ്പോൾ വഴുതനങ്ങാത്തോട്ടത്തിലോ പാവയ്ക്കാത്തോട്ടത്തിലോ ഒന്നുലാത്താമെന്ന് വിചാരിച്ചു. പക്ഷേ അവസാനം ഞാൻ ചെന്നെത്തിയത് കോവയ്ക്കാത്തോട്ടത്തിലാണ് മോളെ. എൻ്റെ ജീവിതം അന്നോടുകൂടി പ്രതീക്ഷകളെല്ലാം അറ്റുപോയി. പക്ഷേ അദ്ദേഹത്തിന് ഞാനൊരു കണിവിരുന്നാണ്. അദ്ദേഹം മനസ്സിൽ വിചാരിച്ചതുപോലെ എല്ലാ ഫീച്ചേഴ്സുമുള്ളൊരു പെണ്ണാണ്. അതുകൊണ്ട് മറ്റു പല വഴികളിലും എന്നോട് അദ്ദേഹം ഒത്തിരി സ്നേഹാമൃതം പുരട്ടിത്തന്നു. പക്ഷേ അതുകൊണ്ട് ഞാൻ അടങ്ങില്ലടി. അതെന്താ ചേച്ചി, ഇഷ്ടപ്പെട്ട പുരുഷനല്ലേ, ചേച്ചിക്ക് നേരത്തെ അനുഭവങ്ങളൊന്നുമില്ല, അപ്പം ഉള്ളതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണ്ടേ? ഞാനും ചേച്ചി പോലെ പ്രേമിച്ച് വിവാഹിതയാവളാണ്. എൻ്റെ ഭർത്താവിനെ എനിക്ക് മുന്നേ വിശദമായി ഒന്നും അറിയില്ല. വിവാഹത്തിൻ്റെ രാത്രിയിലാണ് എനിക്കും കാര്യങ്ങളിലേക്ക് ഒന്നെത്തി നോക്കാനായത്. അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹമുള്ളതുകൊണ്ട് ചേച്ചി പറഞ്ഞതുപോലെ മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാതെ ഞങ്ങൾ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ചേച്ചി പറയുകയാണ്, ചി നീ പറയുന്ന പോലൊന്നുമല്ല, അനിയനെ പോലെയാണോ? അനിയൻ എന്നൊക്കെ പറയുമ്പോൾ എന്താടി, അവനൊരു ഗജവീരനല്ലേ, അതുപോലാണോ എൻ്റെ ഭർത്താവ്? അതിലും ഭേദം എൻ്റെ മോളെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കോവയ്ക്കയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പുള്ളിക്കാരി ചമ്മി. കാര്യം എനിക്കും ഞെട്ടലായി. എൻ്റെ ഭർത്താവിനെക്കുറിച്ച് ഇവരിങ്ങനെ പറഞ്ഞത് എന്തുകൊണ്ട്, എങ്ങനെ അറിയാവുന്ന? ഞാൻ അതിൽ കയറി പിടിച്ചു. സത്യം പറഞ്ഞു ചേച്ചി എന്താ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്? എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം എങ്ങനെ അറിയാം ചേച്ചിക്ക്? ചേച്ചിക്കും എൻ്റെ ചേട്ടനും തമ്മിൽ എന്താണ് ബന്ധം? എന്തായാലും കളത്തിലും പറയാൻ ശ്രമിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ചേച്ചിയുടെ ഹിസ്റ്ററി ഞാൻ ചേച്ചിയുടെ ഭർത്താവിനെ വിളിച്ചറിയിക്കും. എൻ്റെ ഭർത്താവിനോട് പറയും, ഇവിടെയുള്ള എല്ലാവരോടും ഞാൻ പറയും. എന്നിട്ട് എനിക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഞാൻ മുന്നോട്ട് പോകും. ഭർത്താവിനെയും കൊണ്ട് ഈ വീട്ടിൽ ഞാൻ ഇറങ്ങുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോളെ എടി, കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ സംഭവിച്ചു നിന്ന് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഒത്തിരി ഫ്രസ്ട്രേഷനായിരുന്നു. ഫ്രസ്ട്രേഷനായി കഴിഞ്ഞപ്പോഴേക്കും എന്നെ സ്നേഹിച്ചുകൊണ്ടിരുന്ന എൻ്റെ ഭർത്താവുണ്ട്, അങ്ങയുടെ അടുത്തേക്ക് നിങ്ങൾ ചെന്നു, അതല്ലേന്ന്? അതേ മോളെ എടി, എനിക്ക് അവനെ കാണുമ്പോൾ തോന്നിയത് എന്താണെന്ന് ഞാൻ പറയാം. എൻ്റെ ഭർത്താവും അവനും തമ്മിൽ മുഖസാദൃശ്യമില്ല, ശരീരത്തിൻ്റെ ഘടനയിലും ഒട്ടും സാദൃശ്യമില്ല. എൻ്റെ ഭർത്താവ് അമ്മയെ പോലെയാണ്, പക്ഷേ നിൻ്റെ ഭർത്താവ് അച്ഛനെ പോലെയാണ്. അച്ഛൻ ഇപ്പോഴും നല്ല വില്ലാളി വീനല്ലേടി, കണ്ടിട്ടില്ലേ പറമ്പിൽ കളിക്കുന്നതൊക്കെ? പുള്ളിക്ക് ഭയങ്കര ആരോഗ്യമാണ്. നിൻ്റെ ഭർത്താവിന് അതേ രൂപമാണ്. അതുകൊണ്ട് അവനൊരു ദിവസം ഉറങ്ങാൻ കിടന്നപ്പോൾ അവൻ്റെ മുറിയിൽ ഞാൻ ചെന്നു. അന്ന് ചേട്ടൻ ഗൾഫിൽ പോയ സമയമാണ്. നിന്നോട് മറ്റു ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് എന്നോട് എന്താ ചേച്ചിന്ന് ചോദിച്ചു. ഞാൻ അടുത്തിരുന്ന് ഭർത്താവുമായുള്ള ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. വേറെ ചില കാര്യങ്ങളിവിടെ ഉണ്ടായിരുന്നു. അവൻ എന്നെ സമാശ്വസിപ്പിച്ചു. അവൻ എൻ്റെ ചുമലിൽ കൈവച്ച് കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ വേറെ ചില ഭാഗങ്ങളിലേക്ക് എത്തി നോക്കാനും തലോടി ഉറക്കാനും ഉണ്ണി വാവാവോ എന്ന് പാടി ഉണ്ണിക്കുട്ടനെ താലോലിക്കാനും തോന്നി മോളെ. ഞാൻ വേറെ പ്രത്യേകിച്ചൊരു റിഫ്ലക്സുമില്ലാതെ പെട്ടെന്ന് അതങ്ങ് തുടങ്ങി. അവനത് ഞെട്ടലായിരുന്നു. ഇറങ്ങിപ്പോകാൻ അവനോട് ഷൗട്ട് ചെയ്തു. പക്ഷേ ഞാൻ ഇറങ്ങിപ്പോയില്ല. എനിക്ക് തൊട്ടിലിൽ കിടക്കുന്ന ഉണ്ണിയെ കണ്ടേ പറ്റൂ, താരാട്ട് പാടിയേ പറ്റൂ, താരാട്ടിൻ്റെ അമൃത് നുണഞ്ഞേ പറ്റൂ. ഞാൻ അവനെ ഭീഷണിപ്പെടുത്തി. ഇനി ഞാൻ വിളിച്ചു പോവും. നീ തന്നെയാണ് ഇതിന് കാരണക്കാരൻ. നീ വിളിച്ചത് കൊണ്ടാണ് ഞാൻ മുറിയിലേക്ക് വന്നതെന്ന് പറയും. അത് പ്രശ്നമാകും. നിന്റെ പ്രേമബന്ധവും എല്ലാം തകരുമെന്ന് ഞാൻ ഭീഷണിപ്പെടുത്തി. ആ സമയത്ത് അവൻ ഒന്നും വേണ്ടിയില്ല മോളെ. ഞാൻ പറഞ്ഞു, നീ എനിക്ക് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കണമെന്ന്. അങ്ങനെ ഒരേ ഒരു വട്ടം മാത്രം എൻ്റെ നിർബന്ധത്താൽ അന്ന് രാത്രി മോളെ ഞാൻ ഒത്തിരി ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. എനിക്ക് അന്നത്തെ ദിവസം ആവശ്യമായിരുന്നു. ആവശ്യങ്ങൾ തേടിപ്പോയവളാണ് ഞാൻ. പക്ഷേ ആ ഒറ്റൊരു ദിവസത്തെ തെറ്റ് മാത്രമേ സംഭവിച്ചുള്ളൂ. അത് അവനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ്. നിന്റെ ഭർത്താവ് നല്ലവനാണ്. അവൻ പിന്നീട് എൻ്റെ അടുത്ത് വന്നിട്ടേ ഇല്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അവൻ മാറിക്കളയും. ഞാൻ പറഞ്ഞു, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരേ ദിവസം മാത്രം ഇൻട്രസ്റ്റോടു കൂടി തെറ്റ് ചെയ്യുക, അത് കഴിഞ്ഞ് രണ്ടാമത്തെ വട്ടം ചെല്ലുമ്പോൾ വേണ്ടാന്ന് പറയുക.
പെട്ടെന്ന് നല്ലവനാകുക എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങളും കള്ളിയാണ്, എൻ്റെ ഭർത്താവും കള്ളനാണ് എന്ന് പറഞ്ഞപ്പോൾ ആണയിട്ട് ചേച്ചി എന്നോട് പറഞ്ഞു ഒരു വട്ടം മാത്രമേ ഉള്ളെന്ന്. അന്നു മുതൽ എൻ്റെ മനസ്സിന് സമാധാനം നഷ്ടപ്പെടാൻ തുടങ്ങി. ഭർത്താവിനോട് ഞാൻ അകൽച്ച കാണിച്ചപ്പോൾ അദ്ദേഹം ചോദിച്ചു. ഞാൻ കാര്യകാരണ സഹിതം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് പറഞ്ഞത് അന്നൊന്നും നടന്നിട്ടില്ല. അവർ എൻ്റെ അടുത്ത് വന്നു, ഭീഷണിപ്പെടുത്തി, അതൊക്കെ ശരിയാണ്. പക്ഷേ ഞാനതിന് തയ്യാറായിരുന്നില്ല. കാര്യം യുദ്ധത്തിന് കളമൊരുക്കാൻ നോക്കിയിട്ട് പോരാളി യുദ്ധത്തിന് നിന്നില്ല. എന്നെക്കൊണ്ടാവില്ല. എൻ്റെ മനസ്സിൽ നീ മാത്രമായിരുന്നു. അതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല മോളെ, ഒന്നും സംഭവിച്ചില്ല. അവർ ട്രൈ ചെയ്തു എന്നുള്ളത് നേരാണ്. അവർക്ക് മനസ്സിലായി ഞാൻ ഒരു പരാജയമാണ്. പക്ഷേ അവർക്ക് എന്നെക്കുറിച്ച് മനസ്സിലായി കാണും. അവരുടെ ഭർത്താവിനേക്കാൾ ബെറ്ററാണ് ഞാനെന്ന് മനസ്സിലായി കാണും. അതിൽ കൂടുതൽ അവിടെ ഒന്നും നടന്നില്ലെന്ന് പറഞ്ഞു. അവസാനം ഭർത്താവ് സത്യം ചെയ്തപ്പോൾ ഞാൻ അത് വിശ്വസിക്കേണ്ടി വന്നു. എങ്കിലും എൻ്റെ മനസ്സിലത് കരടായി കിടന്നു. ചേച്ചി എന്നോട് വന്നിട്ട് മോളെ നമ്മളുടെ കുടുംബം നീ തകർക്കല്ലേ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞു പറഞ്ഞതുകൊണ്ട് ഞാൻ ആരോടും ഒന്നും പറയാതെ മുന്നോട്ട് പോവുകയായിരുന്നു. പിന്നെയും ചേച്ചി ജോലിക്ക് പോകാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു ചേച്ചി ഇനിയെങ്കിലും അബദ്ധങ്ങളൊന്നും പറ്റാതെ ചേച്ചി സൂക്ഷിക്കണമെന്ന്. അങ്ങനെ ഒരു ദിവസം ചേച്ചി എന്നോട് പറഞ്ഞു മോളെ ഞാനാണെങ്കിൽ ഇന്ന് ചോറെടുത്തിട്ടില്ല, നീ എനിക്ക് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുതരുമോ എന്ന് ചോദിച്ചു. ചേച്ചി ക്ലിനിക്കിൽ ചെന്നിട്ടാണ് വിളിച്ചു പറഞ്ഞത്. ശരിയാണ്, മേശപ്പുറത്ത് ചോറ് മറന്നു വെച്ചിട്ട് പോയിരിക്കുന്നു. ഞാനതും കൊണ്ട് അവിടേക്ക് ചെന്നു മാഡം. അപ്പോൾ ചേച്ചി പറഞ്ഞു അയ്യോ മോളെ ഒരു കാര്യമുണ്ടടി, നീ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് പോയാൽ മതി. എന്താ ചേച്ചി? എടി ഇവിടുത്തെ ഒരു സ്റ്റാഫുണ്ട് നിമ്മി, അവളുടെ മോളുടെ ബർത്ത്ഡേ ആണെന്ന്, 7ാമത്തെ ബർത്ത്ഡേ. അവർ വിളിച്ചിട്ടുണ്ട്. അതിൻ്റെ ചേച്ചി പോയിട്ട് വാ. എടി നീയും വരണം, അവിടെ ആളുകൾ കുറവാണ്, നമ്മൾ ചെന്നലേ പറ്റുകയുള്ളൂ. ഞാൻ പറഞ്ഞിരുന്നു നീ ചോറും കൊണ്ടുവരുമെന്ന്. അപ്പോൾ നിന്നെയും വിളിക്കാൻ അവൾ പറഞ്ഞു. നമുക്ക് പോകാവടി മോളെ, ഇനി നീ പോയിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ, അവൻ എന്തായാലും 7 മണിക്കായിട്ടല്ലേ വരികയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയോടെ ഞാൻ ആ വീട്ടിലേക്ക് പോയി. ഒരു ഓട്ടോറിക്ഷയിലാണ് ചെന്നത്. ഒരു 2 നില കെട്ടിടമാണ്. പക്ഷേ അതിനകത്ത് ആളുകളൊന്നും അധികം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ചേച്ചി ഇവിടെ ആരുമില്ലേ, ഫംഗ്ഷൻ നടക്കുന്നില്ലേ? അതൊക്കെ വരുമടി, ഒരു 5 മണിയാകട്ടെ, ആ സമയത്തിൻ്റെ കേക്കൊക്കെ മുറിക്കുന്നത്, എല്ലാവരും വരും, നീ അകത്ത് കയറി വാ എന്ന് പറഞ്ഞു. ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കോളിംഗ് ബെൽ അടിച്ചപ്പോൾ നിമ്മി വന്ന് വാതിൽ തുറന്നു. മുകളിലാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ് ഞങ്ങളെ മുകളിലേക്ക് കൊണ്ടുപോയി. അവിടെ ഒരു റൂം തുറന്നു തന്നു. അവിടെ കസേരകളൊക്കെ ഉണ്ട്. അതിൽ ഒരു 4 പെണ്ണുങ്ങൾ ഇരിപ്പുണ്ട്. ചേച്ചിയുടെ ഫ്രണ്ട്സാണെന്ന് പറഞ്ഞു. ചേച്ചി എന്നെ പരിചയപ്പെടുത്തി. ഇത്തിരി കഴിഞ്ഞപ്പോൾ നിമ്മി പറഞ്ഞു അവരെല്ലാം സ്റ്റാഫുകളല്ലേ, പരിചയക്കാർ. മോൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വലിയ ബോറാകും. ഒരു കാര്യം ചെയ്യേ, നമുക്ക് ദേ അപ്പുറത്തൊരു ഹാള് പോലെയുണ്ട്, അവിടെയാണ് എല്ലാ ഒരുക്കങ്ങളും. ബലൂൺ ഒട്ടിക്കാൻ എൻ്റെ കൂടെ വരാൻ പറഞ്ഞു. അങ്ങനെ ബലൂൺ വെറുപ്പിക്കാനും ഒട്ടിക്കാനും ഞാൻ ഹാളിലേക്ക് ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരാൾ അവിടെ നിന്ന് ഇതൊക്കെ ഒട്ടിക്കുന്നു. നല്ലൊരു സുന്ദരനാണ്. ഒന്നുകൂടി സൂക്ഷിച്ച് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ചേച്ചിയുടെ കാരണബോധനായ സച്ചിൻ ഡോക്ടർ. കണ്ടാൽ സുന്ദരനാണ്. ചേച്ചി വീണു പോയതിൽ കുറ്റം പറയാനില്ല. അയാളുടെ പടം ഞാൻ മൊബൈലിൽ കണ്ടിട്ടുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പേരൊക്കെ ചോദിച്ചു. അനിയത്തിയല്ലേ, എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കയറി സംസാരിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോഴേക്കും എന്നോട് നിമ്മി പറഞ്ഞു നിങ്ങൾ 2 പേരും കൂടെ ഒട്ടിക്ക്, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് താഴേന്ന് പറഞ്ഞു. എനിക്കാണെങ്കിൽ വല്ലാത്ത ചമ്മല്. പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്ന് എന്നോട് പറഞ്ഞു നിനക്ക് എല്ലാ രഹസ്യങ്ങളും അറിയാവുന്ന എനിക്കറിയാവുന്ന. ഞാൻ ചോദിച്ചു എന്ത് രഹസ്യങ്ങൾ? നിൻ്റെ ചേച്ചിയുടെ രഹസ്യങ്ങളെന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഡോക്ടർ നേഴ്സൊക്കെയാണ്, നിങ്ങൾക്കിതൊക്കെ ഒന്ന് നോക്കി കണ്ട് ചെയ്തുകൂടെയെന്ന്. അപ്പോൾ ഡോക്ടർ പൊട്ടിത്തെറിച്ചു. എടി പാവം, ഞാൻ അതിൽ ഒരു കറി മാത്രം വിളമ്പി കഴിച്ചവനാണ്. പക്ഷേ അതിൻ്റെ ശരിക്കുമുള്ള കാരണക്കാരൻ നിൻ്റെ ഭർത്താവാണ്. എൻ്റെ തലയിൽ അവൾ വെറുതെ കെട്ടിവെക്കുകയാണ്. അവനുമായിട്ടും അവൾക്ക് സജീവമായ ഇടപാടുകളുണ്ട്. അവനാണ് അതിന് കാരണക്കാരെന്ന് പറഞ്ഞു. ഞാൻ വിശ്വസിക്കില്ല, ഡോക്ടർ വെറുതെ കള്ളത്തരം പറയുകയാണെന്ന്. പുള്ളി എന്നോട് പറഞ്ഞു ശരി, നീ ഇപ്പോൾ ബഹളം വെക്കണ്ട, നിൻ്റെ നമ്പർ എനിക്കിതാ, ഞാൻ നിനക്ക് വേണ്ടി മെസ്സേജ് അയക്കാം, തെളിവ് സഹിതമെന്ന് പറഞ്ഞു. എൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു ആ ഫംഗ്ഷൻ തീരുന്നത് വരെ. പിന്നീട് പുള്ളിക്കാരൻ ഓരോ ദിവസമായിട്ട് എനിക്ക് ഓരോരോ കാര്യങ്ങൾ അയച്ചു തരാൻ തുടങ്ങി. കാര്യം ചേച്ചിയാണെങ്കിൽ ഇടയ്ക്ക് അവർ തമ്മിലുള്ള വീഡിയോ ഒക്കെ എടുത്തിട്ട് പുള്ളിക്കാരൻ അയച്ചു കൊടുക്കും. ആക്ച്വലി സുന്ദരനായ ഡോക്ടറെ വളയ്ക്കാൻ വേണ്ടിയിട്ട് ചേച്ചി ആദ്യം ഉപയോഗിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ് എൻ്റെ ഭർത്താവുമായുള്ള സീനുകൾ അങ്ങോട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ പുള്ളിക്കാദ്യം മനസ്സിലായില്ല ഇത് ഭർത്താവാണോ അല്ലയോ എന്നുള്ളത്. ഡോക്ടറാണെങ്കിൽ വരമ്പത്ത് നിന്ന് തെറിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ഭർത്താവില്ല, പിന്നെ ഗൾഫിൽ പോയെന്നും ഒക്കെ പറഞ്ഞ് ചേച്ചി ആവശ്യങ്ങളുടെ ഒരു നിര ഡോക്ടറോട് പറഞ്ഞു. അങ്ങനെയാണ് ഡോക്ടർ ചേച്ചിയുമായിട്ട് അടുത്തത് എന്നാണ് പറഞ്ഞത്. പിന്നീട് ചേച്ചി ഡോക്ടറോട് തുറന്ന് പറയുകയായിരുന്നു അത് ഭർത്താവല്ല,
ഭർത്താവിനെ അങ്ങനെ വീഡിയോ എടുത്ത് 4 പേർക്ക് മുന്നിൽ കാണിക്കാൻ പറ്റില്ല. ഇത് അനിയനാണ്, അവനിപ്പോൾ കല്യാണം കഴിച്ചിട്ടുണ്ട്. എന്നാലും അവൻ രാത്രി എൻ്റെ അടുത്ത് വരുമെന്ന് പറഞ്ഞു. ദൈവമേ, ഞാൻ അത് കേട്ട് ഞെട്ടിപ്പോയി മാഡം. കാര്യം ഉറക്കത്തിൽ ഇങ്ങനെ പോകുന്നത് എനിക്കറിയുകയില്ല. ഏറ്റവും വലിയ ചതിയാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എങ്ങനെയാണ് വീട്ടിലേക്ക് തിരിച്ചു പോവുക? പ്രേമിച്ച് കല്യാണം കഴിച്ചതാണ്. ഞാൻ എല്ലാ ദുഃഖങ്ങളും ഡോക്ടറുമായിട്ടാണ് പങ്കിട്ടത്. ഡോക്ടർക്ക് ചേച്ചിയുമായിട്ട് ബന്ധമുണ്ടെന്ന് എനിക്കറിയാം. ഡോക്ടർ പറഞ്ഞു, ഒന്നും ചെയ്യാനില്ല, മധുര പ്രതികാരങ്ങളുമായി നീ ഇറങ്ങുക. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ, നിനക്കും എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ വേറെ രീതിയിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമൊന്നും ഒട്ടും സമ്മതിച്ചില്ല. ഭർത്താവിനോട് ചോദിച്ച് കലഹമുണ്ടാക്കേണ്ട ഒരു കാര്യമില്ല. വിവാഹമോചനം മാത്രമേ ഉള്ളൂ കാര്യം, അല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്ക് വിവാഹമോചനം ചെയ്യാൻ പറ്റില്ല, വീട്ടിലേക്ക് ഇറങ്ങിപ്പോകാനും പറ്റില്ല. അങ്ങനെ ഡോക്ടർ എന്നെ വിളിച്ചു. ഡോക്ടറുടെ വീട്ടിലേക്ക് ഞാൻ പോയി മാഡം. എനിക്ക് ഒരു പ്രതികാരമായിരുന്നു. പുതിയൊരു പുരുഷൻ. ഡോക്ടർ എന്തായാലും എൻ്റെ ഭർത്താവിനേക്കാളൊക്കെ ഒത്തിരി സുന്ദരനാണ്. പിന്നെ സ്വന്തം ഭർത്താവിനെ മറന്ന് സ്വന്തം അനിയനെ ചേച്ചി നോക്കി. പക്ഷേ അതിലും മികച്ചത് ഡോക്ടറാണെന്ന് ചേച്ചിക്ക് തോന്നി. അപ്പോൾ ഏറ്റവും കൂടുതൽ മൂല്യം ഡോക്ടർക്കല്ലേ എന്ന് വിചാരിച്ചാണ് ഞാൻ അവിടേക്ക് ചെന്നത്. ഡോക്ടർ പറഞ്ഞു, നീ ഒരു സുന്ദരിയാണ്, നിൻ്റെ ഭർത്താവല്ല, എന്നേക്കാൾ നല്ലൊരു സുന്ദരനെ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ താരും തളിയും പൂ ചൂടിയങ്ങ് നിന്നു. എനിക്ക് വല്ലാത്തൊരു ആഹ്ലാദമായിരുന്നു. ഇത്രയും സുന്ദരനെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ സ്വാതന്ത്ര്യത്തിന് നായകനായി അദ്ദേഹം വരുമെന്ന് എനിക്കറിയില്ലായിരുന്നു മാഡം. സൗന്ദര്യമുള്ള ആണുങ്ങളെ കാണുമ്പോൾ സ്ത്രീകൾ തരളിതരാകുമെന്ന് ചേച്ചിനോട് പറഞ്ഞിരുന്നു. എനിക്കപ്പോഴാണ് അതിൻ്റെ സീക്രട്ട് മനസ്സിലായത്. സൗന്ദര്യം ഒരു വലിയ കാര്യമാണ്, എങ്കിലും ബാക്കിയുള്ള പല പ്രത്യേകതകളും അവർക്കുണ്ടാകണം. സൗന്ദര്യവും എല്ലാം ചേരുമ്പോഴാണ് അതിൽ പൂർണ്ണതയുണ്ടാകുക. ഇതിപ്പോൾ പൂർണ്ണത തന്നെ. എൻ്റെ ഭർത്താവിനെ വഞ്ചിച്ചു. അപ്പോൾ ആ വഞ്ചനയ്ക്ക് ഒരു ഉത്തരം ഇത് തന്നെയെന്ന് വിചാരിച്ച് ആഴത്തിലേക്ക് പോകാൻ ആഴക്കടലിൻ്റെ കവാടം തുറന്നു കൊടുത്ത മത്സ്യകന്യകയെ പോലെയായിരുന്നു ഞാൻ. തിരിച്ചു പോരുമ്പോൾ എനിക്കൊത്തിരി സന്തോഷമായിരുന്നു. എൻ്റെ ജീവിതത്തിലും ചില വ്യത്യസ്തതകൾ എനിക്ക് കരഞ്ഞു കിട്ടി. പക്ഷേ ഞാൻ വീട്ടിൽ വന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഭർത്താവ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ചോദിച്ചു, നീ എന്തിനാണ് ആ ഡോക്ടറെ വീട്ടിൽ പോയത്? 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ പോകുന്നത്? എന്തായിരുന്നു ബന്ധമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി അയാൾ അറിഞ്ഞെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കാകാമെങ്കിൽ എനിക്കുമാകാമെന്ന് പറഞ്ഞ് ഞാൻ വാട്സാപ്പിലെ കാര്യങ്ങളെല്ലാം കാണിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ തമ്മിൽ ചെറിയ രീതിയിലൊരു വഴക്കുണ്ടായി. അപ്പോൾ ഭർത്താവിനോട് ചോദിച്ചു, എന്താ നിൻ്റെ ഉദ്ദേശമെന്ന്. ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ ഉദ്ദേശമെന്ന്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് വന്നിരുന്നിട്ട് പറഞ്ഞു, എടി, ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ഞാൻ തുറന്നു പറയാം, എനിക്ക് നിന്നോട് പ്രേമമുണ്ട്. പക്ഷേ നിന്നേക്കാളൊക്കെ എനിക്ക് മറ്റു കാര്യങ്ങളിൽ ഇഷ്ടം ചേച്ചിയോടാണ്. ഞാൻ ചോദിച്ചു, പിന്നെ നിങ്ങൾ എന്തിനാണ് എന്നെ പ്രേമിച്ച് കല്യാണം കഴിച്ചത്? ഞാൻ നിന്നെ പ്രേമിച്ചപ്പോൾ വാഗ്ദാനം ചെയ്തതാണ് കല്യാണം കഴിക്കാമെന്ന്. നിന്നെ ഒരിക്കലും ദ്രോഹിക്കണമെന്ന് ഞാൻ ഉദ്ദേശിച്ചല്ല. ഞാനും ചേച്ചിയും തമ്മിൽ അറിയാതെ അടുത്തു പോയി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്താ കുഴപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഭർത്താവിനോട് പറഞ്ഞു, എനിക്കൊരു കുഴപ്പമില്ല. ചേച്ചിക്ക് ഒത്തിരി ശാഖകളിൽ തൂങ്ങിയാടണമെന്ന് ആഗ്രഹമുള്ള ഒരു വെള്ളിൽ പക്ഷിയാണ്. അതേപോലെ എനിക്ക് ചേച്ചി വിട്ടു പോകാനും പറ്റില്ല. എനിക്ക് സജിൻ ഡോക്ടറെ നേരത്തെ അറിയാം. ആക്ച്വലി സജിൻ ഡോക്ടർ ഞാനും കൂടെ ഇടയ്ക്ക് കാണാറുണ്ട്. ഞങ്ങളുടെ ഒറ്റ മധ്യത്തിൽ ചേച്ചിയും കാണും. ചേച്ചിയാണ് എന്നെ പരിചയപ്പെടുത്തിയത്. അവർക്കെല്ലാം വെറൈറ്റി താല്പര്യങ്ങളുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായിട്ട് ഉച്ചയ്ക്ക് കഴിയുമ്പോൾ ചേച്ചി ഞാനും കൂടെ ഡോക്ടറെ വീട്ടിലാണ് പോകുന്നത്. അവിടെ വെച്ച് ഞങ്ങളോട് ഒരുമിച്ചാണ് ചേച്ചി എപ്പോഴും സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അതിനിടയ്ക്കാണ് ചേച്ചി ഇങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചത്. അതുകൊണ്ടാണ് ഡോക്ടർ പറഞ്ഞത് അത് ആരുടേതാണെന്ന് അറിയില്ലെന്ന്. ഞാനത് കേട്ട് ഞെട്ടിപ്പോയി. അപ്പോൾ എൻ്റെ ഭർത്താവ് പറയാണ്, ഇനിയിപ്പോൾ ഒന്നുമില്ല. കാര്യം ചേച്ചി ഞാൻ തമ്മിലുള്ള ബന്ധം നീ അംഗീകരിക്കുക. നീയും സജിൻ ഡോക്ടറും തമ്മിലുള്ള ബന്ധം ഞാൻ അംഗീകരിക്കുന്നു. ആർക്കും ആരോടും പ്രശ്നങ്ങളൊന്നുമില്ല. അവരുടെ ഇഷ്ടത്തിന് നമുക്ക് ജീവിച്ചു പോകാം. നമുക്ക് ഈ കാര്യത്തിൽ നല്ല സ്വാതന്ത്ര്യം വേണം. നിനക്ക് ആരെ വേണമെങ്കിലും സ്വീകരിക്കാം. പക്ഷേ സമൂഹവും വീട്ടുകാരും അറിയാതെ അത് രഹസ്യമായിരിക്കണം. ചേച്ചിക്കും എനിക്കും ഇടയ്ക്ക് നീ ഇനി ഒരു പ്രശ്നവും ഉണ്ടാക്കരുത്. ഒന്നുകിൽ നിനക്കിവിടെ നിൽക്കാം, ഇല്ലെങ്കിൽ വിവാഹമോചനം തേടി പോകാം. ആക്ച്വലി നിനക്ക് മറ്റൊരു ബന്ധമുണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ മാധുര്യം നിനക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞത് ചേച്ചിയാണ്. അതുകൊണ്ടാണ് സജിനുമായി നിനക്ക്
കൂടുതൽ കോണ്ടാക്റ്റ് ഉണ്ടാകാനുള്ള അവസരം ചേച്ചി ഒരുക്കി തന്നത്. ആ വീഡിയോ എല്ലാം ഞങ്ങൾ നിനക്ക് വേണ്ടി ആഹ്ലാദത്തോടുകൂടി എടുത്ത് അയാൾക്ക് അയച്ചു കൊടുത്താണ്. ഒരു പ്രശ്നവുമില്ല. അങ്ങനെ നീ അയാളിലേക്ക് ആകണം. ഒരു തെറ്റ് നീ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ അതേപോലെ തെറ്റുകാരാകും. പിന്നെ നമുക്ക് ഒന്നിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാതെ മുന്നോട്ട് പോകാം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് നീ വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങളുടെ കൂടെ നീ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കേട്ട് കുറേ ദിവസം വല്ലാത്ത ഞെട്ടല്ലായിരുന്നു. പിന്നെ ഞാനും തീരുമാനമെടുത്തു, ശീലാവധിയായി ജീവിച്ചിരുന്നിട്ട് ഇവിടെ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ വഴിയാണ്. ഇതിൽ ഒത്തിരി റിസ്ക് ഉണ്ടെന്ന് മാഡത്തിൻ്റെ വീഡിയോ കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എങ്കിലും എനിക്ക് ഇതിൽ നിന്നൊന്നും പിന്മാറാൻ പറ്റില്ല മാഡം. എൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്. മാഡം കുറ്റം പറയുമെന്നറിയില്ല. ഉപദേശങ്ങൾ ചോദിക്കാൻ ഞാൻ ആളുമല്ല. എങ്കിലും എൻ്റെ അവസ്ഥ ഇതാണ്. മാഡത്തിന് പറ്റുന്നൊരു കഥയാണെങ്കിൽ വായിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കഥ വായിച്ചപ്പോൾ എനിക്കെന്തോ കുറച്ച് കാര്യങ്ങൾക്ക് മിസ്സായ ഒരു കുഴഞ്ഞു മറിഞ്ഞ അവിയൽ പരുവായ ഒരു കഥയായിട്ടാണ് തോന്നിയത്. എന്തായാലും നിങ്ങൾക്ക് ഉപദേശം വേണ്ടാത്തതുകൊണ്ട് നിങ്ങളുടെ കഥ ഞാൻ വായിക്കുന്നു. കൂടുതലൊന്നും ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയേ ഉള്ളൂ.